നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. വാളോങ്ങി RSSും സംഘപരിവാറും. മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ കളികൾ ഇനി നടക്കില്ല. സർക്കാരിനെ വരുതിയിൽ നിർത്തി ഹിന്ദു സംഘടനകളുടെ തീരുമാനം. അപ്രതീക്ഷിതമായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് നഷ്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടുകെട്ടിനെ വല്ലാത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3-2 ഭൂരിപക്ഷം ഒറ്റയ്ക്ക് സ്വന്തമാക്കി ഭരണഘടന വരെ ഭേദഗതി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറിയിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ വരുന്നതിനുള്ള കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത സ്ഥിതിയാണ് BJPക്ക് ഉണ്ടായത്. പാർട്ടിയുടെ ഈ കനത്ത തോൽവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകപക്ഷീയമായ നിലപാടുകളുടെ ഫലമാണ് എന്ന് വിലയിരുത്തുകയാണ് BJP എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ RSSും മറ്റ് സംഘപരിവാർ ശക്തികൾ. ഈ പോക്ക് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ രാജ്യത്ത് BJP എന്ന പാർട്ടി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടൽ നടത്തി പാർട്ടിയിൽ ജനാധിപത്യവും കൂട്ടായ ആലോചനയും തിരികെ കൊണ്ടുവന്നുകൊണ്ട് ഭരണനിർവഹണത്തിന് വഴിയൊരുക്കണമെന്ന നിർദ്ദേശമാണ് RSS നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. BJP പ്രസിഡന്റ് JP നദ്ദ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ട അവസരത്തിലാണ് പ്രവർത്തകരെ അമ്പരപ്പിച്ചുകൊണ്ട് RSS വിരുദ്ധ പ്രസ്താവന നടത്തിയത്. BJPക്ക് അധികാരത്തിൽ വരാൻ RSSന്റെ ഒരു സഹായവും ആവശ്യമില്ല എന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള വലിയ പാർട്ടിയായി BJP വളർന്നു കഴിഞ്ഞുവെന്നുമാണ് നദ്ദ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്. ഈ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. ഇതോടുകൂടി ഹിന്ദു സംഘടനകളും RSSും BJPയുമായി വലിയ അകൽച്ചയിലെത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. BJPയുടെ ആസ്ഥാനമെന്ന് കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായത് RSS അടക്കമുള്ള ഹിന്ദു സംഘടനകൾ പിന്നോക്കം മാറിയതിൻ്റെ പേരിലാണെന്ന വിലയിരുത്തലും ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലും അധികാരത്തിൽ എത്തിക്കുന്നതിനും ജീവിതം ചെലവഴിച്ച മുൻകാല നേതാക്കന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട് ഒതുക്കുന്ന ശൈലി പ്രകടമാക്കിയതിൽ RSSന് വലിയ എതിർപ്പുണ്ട്. BJPയുടെ സ്ഥാപക നേതാവായ LK അദ്വാനിയെയും അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാക്കളെയും മോദി അമിത്ഷാ കൂട്ടുകെട്ട് ആവശ്യമായ പരിഗണന നൽകാതെ പ്രവർത്തിക്കുകയാണ് ചെയ്തിരുന്നത്. മന്ത്രിസഭയിൽ അംഗമായ രാജ്നാഥ് സിംഗ് പോലുള്ള സീനിയർ നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല എന്ന പരാതിയും RSSനുണ്ട്. ജയിച്ചു വന്ന BJP അംഗങ്ങളുടെ യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കുന്നതിന് രാഷ്ട്രപതിക്ക് കത്തു നൽകുകയുമൊക്കെ ചെയ്തുവെങ്കിലും ഈ പുതിയ നരേന്ദ്രമോദി മന്ത്രിസഭ ഒരു കാരണവശാലും മുൻ സർക്കാരുകളെ പോലെ യഥേഷ്ടം ഭരണം നടത്തുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. സർക്കാർ രൂപീകരിക്കാൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഘടകകക്ഷികളെ ചുമക്കേണ്ട ഗതികേട് ആദ്യമായി നരേന്ദ്രമോദിക്ക് വന്നിരിക്കുകയാണ്. BJP മുന്നണിയിലെ പ്രധാന പാർട്ടികളായ തെലുങ്ക് ദേശം പാർട്ടിയും JDUവും ഇപ്പോൾ തന്നെ സുപ്രധാന വകുപ്പുകൾ, ലോക്സഭാ സ്പീക്കർ പദവിയും വരെ ആവശ്യപ്പെട്ടുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ലോക്സഭാ സ്പീക്കർ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ശക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധങ്ങളെ തടയണമെങ്കിൽ BJPയുടെ പ്രതിനിധി മാത്രമല്ല, പ്രധാനമന്ത്രിയോടും സീനിയർ നേതാക്കളോടും അടുപ്പം പുലർത്തുന്ന ഒരാളും സർക്കാരിനെ നിലനിർത്തി പോകുന്നതിന് എന്ത് തീരുമാനം എടുക്കാൻ കഴിയുന്ന നേതാവും സ്പീക്കറായി വന്നില്ലെങ്കിൽ പ്രതിസന്ധികൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ BJP നേതാക്കൾ അല്ലാതെ പുറത്ത് ഒരാൾക്ക് സ്പീക്കർ പദവി നൽകാൻ പ്രധാനമന്ത്രി ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതേപോലെ തന്നെ JDU നേതാവ് നിതീഷ് കുമാർ വലിയ പദവികളും പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിമാർക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതും അംഗീകരിച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയാതെ വരും. 2 ഘട്ടങ്ങളിലായി സ്വന്തം ഭൂരിപക്ഷത്തിൽ സ്വന്തം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന സർക്കാരിനെ നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനകത്തും ഭരണരംഗത്തും സ്വയം വിയർപ്പ് ഒഴുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നതാണ് വരാനിരിക്കുന്ന സൂചനകൾ. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഹിന്ദുത്വ അജണ്ടകൾ അതേപടി നടപ്പിലാക്കുവാനും നിലവിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാനും പുതിയ സർക്കാരിന് കഴിയാതെ വരും. കാരണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതിയിൽ പലപ്പോഴും സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്ന കക്ഷികളുടെ പിന്തുണ സ്വീകരിക്കേണ്ടി വന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ ഗാംഭീര്യവും തളർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കും എന്നതാണ് വരാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ. നന്ദി.